ഓട്ടോറിക്ഷകളിൽ ഫെയർ മീറ്റർ അഥവാ യാത്രാനിരക്ക് പ്രദർശിപ്പിക്കുന്ന മീറ്റർ പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ സൗജന്യ യാത്രയായി കണക്കാക്കുമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലർ നടപ്പാക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മീറ്റർ ഘടിപ്പിക്കാനുള്ള പരക്കം പാച്ചിലിലാണ് ഓട്ടോ ഡ്രൈവർമാർ. സംസ്ഥാനത്ത് ഒട്ടുമിക്ക ഓട്ടോറിക്ഷകളിലും ഫെയർ മീറ്റർ ഇപ്പോൾ തന്നെ ഉണ്ടെങ്കിലും ഇവയിൽ പലതും വെറും കാഴ്ചവസ്തുക്കളാണ്. തകരാറിലായതോ ലീഗൽ മെട്രോളജി വകുപ്പ് പരിശോധിച്ച് കൃത്യത ഉറപ്പുവരുത്താത്തതോ ആയ മീറ്ററുകളാണ് ഒട്ടുമിക്ക ഓട്ടോറിക്ഷകളിലും ഇപ്പോൾ ഉള്ളത്. ഇത് മാറ്റി സ്ഥാപിക്കാനുള്ള തത്രപ്പാടിലാണ് ഓട്ടോറിക്ഷ ഉടമകളും ഡ്രൈവർമാരും. ഫെയർ മീറ്റർ പ്രവർത്തിപ്പിക്കാതെ അമിത ചാർജ് ഈടാക്കുന്നത് മൂലം സംസ്ഥാനത്തുടനീളം യാത്രക്കാരും ഡ്രൈവർമാരുമായി സംഘർഷം പതിവായ സാഹചര്യത്തിലാണ് പുതിയ തീരുമാനവുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തെത്തിയത്. മോട്ടോർ വാഹന വകുപ്പിന് കൊച്ചി സ്വദേശി KP മത്യാസ് ഫ്രാൻസിസ് സമർപ്പിച്ച നിർദ്ദേശമാണ് മാർച്ച് 1 മുതൽ കേരളത്തിൽ പ്രാവർത്തികമാക്കുന്നത്. വിദേശത്ത് ഓട്ടോറിക്ഷകളിലെ യാത്രാവേളയിൽ ഫെയർ മീറ്റർ പ്രവർത്തിപ്പിക്കാതിരിക്കുകയോ പ്രവർത്തനരഹിതമാവുകയോ ചെയ്താൽ മീറ്റർ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ യാത്ര സൗജന്യം എന്ന സ്റ്റിക്കർ യാത്രക്കാരന് ദൃശ്യമാകും വിധം പതിപ്പിച്ചിരിക്കണമെന്ന് ട്രാൻസ്പോർട്ട് റോഡ് സുരക്ഷാ നിയമങ്ങളിൽ നിർദ്ദേശമുണ്ട്. കേരളത്തിൽ സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകളിലും യാത്രാവേളയിൽ ഫെയർ മീറ്റർ പ്രവർത്തിപ്പിക്കാതിരിക്കുകയോ പ്രവർത്തനരഹിതമായിരിക്കുകയോ ചെയ്താൽ യാത്ര സൗജന്യം എന്ന് മലയാളത്തിലും, ഇഫ് ദ ഫെയർ മീറ്റർ ഈസ് നോട്ട് എൻഗേജ്ഡ് ഓർ നോട്ട് വർക്കിംഗ് യുവർ ജേർണി ഈസ് ഫ്രീ എന്ന് ഇംഗ്ലീഷിലും രേഖപ്പെടുത്തി പ്രിന്റ് ചെയ്ത സ്റ്റിക്കർ ഡ്രൈവർ സീറ്റിന് പിറകിലായോ യാത്രക്കാർക്ക് അഭിമുഖമായോ പതിപ്പിച്ചിരിക്കണം. അല്ലെങ്കിൽ ഇതേ സ്ഥാനത്ത് ഇരുണ്ട പശ്ചാത്തലത്തിൽ വെള്ളയക്ഷരത്തിൽ വായിക്കാൻ കഴിയുന്ന ഫോണ്ട് വലിപ്പത്തിൽ എഴുതി വയ്ക്കണം എന്നാണ് നിർദ്ദേശം. ഓട്ടോ യാത്രയ്ക്കിടയിലെ അമിത നിരക്ക് ഈടാക്കൽ സംബന്ധിച്ച പരാതികൾ ചിലയിടങ്ങളിൽ വർദ്ധിക്കുന്നതിനാൽ ദുബായിൽ സർക്കാരിൻ്റെ ട്രാൻസ്പോർട്ട് വകുപ്പ് വിജയകരമായി നടപ്പാക്കിയിട്ടുള്ളതും ഓട്ടോറിക്ഷകളിൽ പതിപ്പിച്ചിട്ടുള്ളതുമായ സ്റ്റിക്കർ സമ്പ്രദായം കേരളത്തിലും നടപ്പാക്കണമെന്നതായിരുന്നു KP മത്യാസിൻ്റെ നിർദ്ദേശം. കഴിഞ്ഞ 24-ന് ചേർന്ന സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ യോഗം നിർദ്ദേശം ചർച്ച ചെയ്യുകയും അംഗീകരിക്കുകയുമായിരുന്നു. മീറ്റർ സ്ഥാപിച്ചില്ലെങ്കിൽ, സ്റ്റിക്കർ പതിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. മാർച്ച് 1 മുതൽ ഓട്ടോറിക്ഷകളിൽ പ്രവർത്തനക്ഷമമായ ഫെയർ മീറ്റർ സ്ഥാപിച്ചില്ലെങ്കിൽ, യാത്ര സൗജന്യമായിരിക്കുമെന്ന സ്റ്റിക്കർ പതിച്ചില്ലെങ്കിൽ തുടർന്നുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ടെസ്റ്റിൽ ഓട്ടോറിക്ഷകൾ അയോഗ്യമാക്കപ്പെടും. അതായത് ഓട്ടോറിക്ഷ ടെസ്റ്റിങ്ങിന് കയറ്റിയാലും ബാക്കി എല്ലാം കൃത്യമാണെങ്കിലും ഈ ഒരൊറ്റ കാരണത്താൽ ഫിറ്റ്നസ് ടെസ്റ്റിൽ അയോഗ്യത കൽപ്പിക്കും. ഇത്തരത്തിൽ അയോഗ്യമാക്കപ്പെട്ട ഓട്ടോറിക്ഷകൾ ടാക്സി സർവീസ് നടത്തിയാൽ ഓട്ടോറിക്ഷയുടെ രജിസ്റ്റേർഡ് ഓണറിൽ നിന്നും വലിയ തുക പിഴയായി ഈടാക്കും. മാത്രമല്ല ഡ്രൈവറുടെ ബാഡ്ജ് 6 മാസത്തിൽ കുറയാത്ത കാലയളവിലേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്യും. സ്റ്റിക്കർ പതിക്കാതെ ടെസ്റ്റിന് എത്തുന്ന ഓട്ടോറിക്ഷകളെ പരിഗണിക്കേണ്ടതില്ലെന്ന് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർക്കും എൻഫോഴ്സ്മെന്റ് ഓഫീസർമാർക്കും ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഫിറ്റ്നസ് ടെസ്റ്റ് പാസ്സാകുന്നതിനുള്ള വ്യവസ്ഥകളിലും ഇനി മുതൽ ഈ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തും. പുതിയ നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പിലാക്കുന്നുണ്ടെന്ന് എല്ലാ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർമാരുടെയും നേതൃത്വത്തിൽ ഉറപ്പുവരുത്തണമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാഗരാജു ചകിലം നിർദ്ദേശിച്ചു.